ഇത് ബെർണാണി എന്ന് ബെർണാണിയും പൊഴിച്ച കോഴിയും. ഓക്കെ, താങ്ക് യു. വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ മമ്മൂട്ടിയെ കാണണമെന്നാണ്. മമ്മൂക്കാന്ന് പോലും അല്ല പറഞ്ഞേ. ഒരേ പ്രായമല്ലേ? ഒരു പിക്ചർ. താങ്ക് യു. ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ എന്നോട് പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്ത് വേണേ പറയാം. ലോകത്ത് ഒരുപാട് തരം ബിരിയാണി ഉണ്ട്. കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലജാതി ബിരിയാണിയാണ്. നിങ്ങളുടെ ഒരു ജഡ്ജ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ്. തോന്നിയ ദിവസമല്ല, നല്ലൊരു ചിട്ടയും വട്ടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട്. സ്റ്റാർ ബിരിയാണിയുണ്ട്, തലപ്പാക്കട്ട് ബിരിയാണിയുണ്ട്, വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണം ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്. ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് ബോംബെ, അങ്ങനെ കാശ്മീരി ബിരിയാണി, ബിരിയാണി പലതരം ബിരിയാണികളുണ്ട്. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് ഇത് മാറുന്നതുമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് ബിരിയാണി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ പല ബിരിയാണി. അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മളും കഴിക്കും, എന്നാൽ ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ടല്ലോ. അതുകൊണ്ട് പലരും അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്നത് വലിയ പാടാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിനും പ്രത്യേകിച്ച് ആശംസ നേരുന്നു. നമസ്കാരം. താങ്ക് യു മമ്മൂക്ക. താങ്ക് യു. തീർച്ചയായും ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും രാവിലെ വെള്ളം ഊറും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28